ഹായ് ഓൾ, ഇന്ന് നമ്മൾ നെറ്റിൻ്റെ CSIR നെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സോൾവ് ചെയ്യുന്നത്. PYQs ആണ് സോൾവ് ചെയ്യുന്നത് ഫ്രം ദ ടോപ്പിക് വെക്റ്റർ ആറ്റം മോഡൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. വെക്റ്റർ ആറ്റം മോഡൽ ആൻഡ് സ്റ്റെയിൻ-ഗെർലാക് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് ആദ്യം കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ഡിസംബർ 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് നോക്കിയേടാ, a perturbation V perturb equal to AL square is added to the hydrogen atom potential. ഇപ്പോൾ പെർട്ടർബേഷൻസ് ഒക്കെ ആക്ച്വലി നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുന്നതാണല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പെർട്ടർബേഷൻ, അതായത് V പെർട്ട് ഈക്വൽ ടു AL സ്ക്വയർ എന്ന് പറയുന്ന ഒരു ചെറിയ പെർട്ടർബേഷൻ എന്ത് ചെയ്യുവാണ്, ഒരു ഹൈഡ്രജൻ ആറ്റം പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ ആഡ് ചെയ്യുവാണ്. The shift in the energy level of the 2p state when the effects of spin are neglected up to second order in A is. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, എനർജി ഷിഫ്റ്റ് ഓഫ് 2p സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനിലേക്ക് ആഡ് ചെയ്തപ്പോൾ 2p സ്റ്റേറ്റിൻ്റെ എനർജി ഷിഫ്റ്റാണ്. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് സ്പിൻ എന്ന് പറയുന്നത് നമുക്കിവിടെ നെഗ്ലക്റ്റ് ചെയ്യാം ഇൻ ദ സെക്കൻഡ് ഓർഡർ. ഓക്കെ, ഒന്നും ചിലപ്പോൾ മനസ്സിലായി കാണില്ല. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ഇത് ഡീൽ ചെയ്യണമെന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. അതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതായത് നമുക്കറിയാം SPDF. ഇത് SPDF എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓർബിറ്റൽസിനെയാണ് കാണിക്കുന്നത് അല്ലേ. ഏത് ഓർബിറ്റലിലാണ് ആക്ച്വലി ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്നത്, അതിൻ്റെ ഷേപ്പ് എന്താണ്, അതാണ് ശരിക്കും കാണിക്കുക. അപ്പോൾ S എന്ന് പറയുന്നത് സ്പിരിക്കൽ ഷേപ്പ് എന്നാണ് അർത്ഥം അല്ലേ. ഓർബിറ്റ് സ്പിരിക്കൽ ഷേപ്പിലാണുള്ളത്. P എന്ന് പറയുന്നത് ഡംബൽ ഷേപ്പ്, D എന്ന് പറയുന്നത് കുറച്ചും കൂടെ കോംപ്ലക്സ്, അതിലും കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പായിരിക്കും F. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. SPDF എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് 2p സ്റ്റേറ്റിൻ്റെ എന്താണ് എനർജി ഷിഫ്റ്റാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ SPDF എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഇതിൽ L എന്നൊക്കെ പറയുന്നത് എന്താ, L എന്ന് പറയുന്നത് അസിമന്തൽ ക്വാണ്ടം നമ്പറിനെയാണ് അല്ലേ നമ്മൾ L എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു L വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഏത് ഓർബിറ്റിലാണ് അല്ലെങ്കിൽ ഏത് ഷേപ്പാണ് ഇതിന് ഒക്യുപ്പൈ ചെയ്യുന്നതെന്ന്. അതായത് ഒരു എന്താണ് പറയുകയാണെങ്കിൽ നമ്മളോട് L = 0 ആണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് S ഓർബിറ്റലിലാണ് കാണുന്നത്. L = 1 എന്ന് പറഞ്ഞാൽ അത് P ഓർബിറ്റൽ. അപ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. L എന്താണ്, L ഓരോ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് Lൻ്റെ എന്താണ് ഓർബിറ്റൽ ഏതാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ LS കപ്ലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പം അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇനി നോക്കിക്കേ, അപ്പോൾ നമ്മളോട് 2p സ്റ്റേറ്റിൻ്റെ, അതായത് ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, അപ്പോൾ അവിടേക്ക് നമ്മളൊരു പെർട്ടർബേഷൻ V പെർട്ടർബ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2p ലെവലിൻ്റെ എനർജി എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ പ്രത്യേകം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്താണ്, സ്പിൻ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ആക്ച്വലി നമ്മൾ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതിയാകും. പക്ഷെ ഞാൻ ക്വാണ്ടം മെക്കാനിക്സും കൂടി ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് വന്നത് എന്നൊന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ ഇത് അതായത് V പെർട്ടർബ് എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നിട്ടുണ്ട്. V പെർട്ടർബ് = AL സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈം ഇൻഡിപെൻഡൻറ്റ് പെർട്ടുർബേഷൻ തിയറി ആണെന്ന് നമുക്ക് മനസ്സിലാവും, കാരണം ടൈമിൻ്റെ ഡിപ്പെൻഡൻസ് ഒന്നും തന്നിട്ടില്ല. ആൻഡ് സ്പിൻ ആർ നെഗ്ലക്റ്റഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓർഡറിലേക്ക് പോകണ്ട. അപ്പോൾ സ്പിൻ നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ പെർട്ടുർബേഷനാണ് ഇവിടെ വന്നേക്കുന്നത് എന്നർത്ഥം. അപ്പം ക്വാണ്ടം മെക്കാനിക്സിൽ എന്താണ് പറഞ്ഞ ഫോർമുല ഓഫ് എനർജി ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊന്നും പഠിക്കേണ്ട കേട്ടോ, ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചത് ഞാൻ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് മിസ് പറയുകയാണ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ആ എനർജി ഷിഫ്റ്റിനെ കെറ്റ് ഹാമിൽട്ടോണിയൻ ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ആണ് നമ്മൾ ആക്ച്വലി എടുത്തേക്കുന്നത് ഈ പെർട്ടുർബേഷൻ ഓപ്പറേറ്ററിൻ്റെ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് L സ്ക്വയറിനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കറിയാം L സ്ക്വയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് L സ്ക്വയർ കെറ്റ് LM = h² L × L+1 കെറ്റ് LM. ഇത് ഓൾറെഡി നമുക്കറിയാം, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു എനർജി ഷിഫ്റ്റിലേക്ക് സത്യം പറഞ്ഞാൽ Lൻ്റെ വാല്യൂ അല്ലെങ്കിൽ L സ്ക്വയർ ഓപ്പറേറ്ററിനെ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും എഴുതണ്ട, ഇക്വേഷൻ ഏതാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതായത് പെർട്ടുർബേഷൻ ടൈം ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ സ്പിൻ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ പെർട്ടുർബേഷൻ ഗിവൺ ആകുമ്പോൾ
ഇവിടെ തന്നിരിക്കുന്ന AL². അങ്ങനെ ആകുമ്പോൾ നമുക്ക് എനർജി ഷിഫ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ എന്ന് പറയുന്നത് A.H² L ഇൻറ്റു L+1. അപ്പോൾ എന്തിനാ മിസ് L എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. യു ജസ്റ്റ് ബൈ ഹാർട്ട് ദിസ്. എന്താണ് ഒരു പെർട്ടർബേഷൻ ബേസ് ചെയ്തിട്ട് എനർജി ഷിഫ്റ്റ്. പെർട്ടർബേഷൻ എന്ന് വെച്ചാൽ ഒരു സ്മോൾ ചേഞ്ച് ആണ് ആ സിസ്റ്റത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പെർട്ടർബേഷൻ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ എനർജി ഷിഫ്റ്റ്, ഇപ്പോൾ എനർജി ഒരു ആറ്റത്തിന് കാണും. ഒരു പെർട്ടിക്കുലർ പെർട്ടർബേഷൻ അല്ലെങ്കിൽ ഒരു ചേഞ്ച് ആക്ട് ചെയ്തപ്പോൾ ആ എനർജി എങ്ങനെ ഷിഫ്റ്റ് ആയെന്ന് കാണിക്കാനുള്ള ഇക്വേഷനാണിത്. അപ്പോൾ ഡെൽറ്റ ഇ ഈക്വൽ ടു, ഇനി എന്താ മിസ്സേ എല്ല്, ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിന്നോട്ടെ, അൺലെസ് നമുക്ക് വാല്യൂ തരുന്നവർ കോൺസ്റ്റൻ്റ് ആണ് AUHO ഒക്കെ. അപ്പോൾ എല്ലാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് 2p സ്റ്റേറ്റിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. 2p ആണ്. പിയുടെ L എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എസിൻ്റെ L എന്ന് പറയുന്നത് 0, പിയുടെ L എന്ന് പറയുന്നത് 1 ആണ്. അപ്പം AH² 1 ഇൻറ്റു 1+1 അല്ല 1+1 2 ആണ്. അപ്പോൾ എങ്ങനെ വരും? 2AH². ഇതാണ് ആൻസർ. ആകെ നമ്മൾ പഠിക്കേണ്ടത് ഇക്വേഷൻ ഇതാണ്. പെർട്ടിക്കുലർ പെർട്ടർബേഷൻ ഒരു സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു AH² L ഇൻറ്റു L+1 ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടോ? 2AH² ആണ്. ഇത് 2013 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തത്, അപ്പം ഇതാണ് മിസ് എഴുതിയേക്കുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ എഴുതിയേക്കുന്നത്. ഇതൊന്നും നോക്കിയില്ലെങ്കിലും ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഹൗ മച്ച് ഡസ് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ J ചേഞ്ച് ഇൻ ദ ട്രാൻസിഷൻ ഓഫ് Cr3d6 ആറ്റം ആസ് ഇറ്റ് അയണൈസസ് ടു Cr2+3d4. അതായത് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ J ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുമാത്രം നമുക്ക് മനസ്സിലായി. ഏത് സമയത്തുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്? Cr3d6 എന്ന് പറയുന്ന ആറ്റം അയണൈസ് ചെയ്ത് Cr2+ ആയപ്പോൾ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് Cr3d6 നിന്ന് ട്രാൻസിഷൻ നടന്ന് Cr2+3d4 ആയപ്പോൾ, അതായത് ഇത് അയോണായി. നമുക്കറിയാം 2+ എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ പോയെന്ന അർത്ഥം, പ്ലസിൻ്റെ അർത്ഥം. അപ്പോൾ 6ൽ നിന്ന് 2 എണ്ണം പോയെന്ന് പറയുമ്പോൾ അത് 4 ആയി. അതായത് ഒരു പെർട്ടിക്കുലർ ആറ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഇലക്ട്രോൺ വെളിയിലേക്ക് ലൂസ് ആകുമ്പോൾ അത് അയോൺ ആയിട്ട് മാറും. അത് പിന്നെ നമുക്ക് മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റം എന്ന് പറയാൻ പറ്റില്ല. അതിനെ നമ്മൾ പിന്നെ പറയുന്ന പേര് അയോൺ എന്നാണ്. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ, ഇങ്ങനെ 2 ഇലക്ട്രോൺ ലൂസായി അതൊരു അയോണായി മാറുമ്പോൾ അതിൻ്റെ ആംഗുലാർ മൊമെൻറ്റമാണ് കണ്ടുപിടിക്കേണ്ടത്. ഐ മീൻ ക്വാണ്ടം നമ്പർ അല്ലേ. ടോട്ടൽ ആംഗുലാർ ക്വാണ്ടം നമ്പർ J ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ J കണ്ടുപിടിക്കാനുള്ളത് നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ LS കപ്ലിങ്ങിൽ കുറച്ചും കൂടി പഠിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ജസ്റ്റ് പഠിച്ചു പോവുക. J കാണാനുള്ള ഇക്വേഷൻ ±S ആണ്. L എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ആണ്. S എന്ന് പറയുന്നത് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കേ, ഒന്നാമത്തെ കേസ് 3d6. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ 3d6 ആയിരുന്ന സമയത്തും 3d4 ആയ സമയത്തും ഉള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. എന്നാൽ മാത്രമേ എത്രമാത്രം, അതായത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്തുമാത്രമാണ് ഇൻക്രീസ് ആയത്, ഹൗ മച്ച് ഡസ് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം. അപ്പം ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ബൈ 2, ഇൻക്രീസ്ഡ് ബൈ 2 എന്നൊക്കെ. അപ്പോൾ എത്രമാത്രം കൂടി കുറഞ്ഞു എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി 3d6 ആയിരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ ചെയ്യാൻ നേരം നമുക്ക് എല്ലും വേണം, എസ്സും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും L നമുക്കറിയാൻ പറ്റും, കാരണം D ആണ്. D ഓർബിറ്റലിൻ്റെ L എന്ന് പറയുന്നത് 2 ആണ് അല്ലേ. 2 ആണ്. L എന്ന് പറയുന്നത് 2 ആണ്. കാരണം S0 P1 D ആകുമ്പോൾ L 2 ആയി. ഓക്കെ, ഇനി അടുത്തത് എസ് കണ്ടുപിടിക്കണം. എസ് ±½ ആണെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർബിറ്റ് വരയ്ക്കുക ഇൻ ദ സെൻസ് ഇത് D ആണല്ലോ. നമുക്കറിയാം എസ് ഓർബിറ്റലാവുമ്പം എത്ര ബോക്സാണ് ഉള്ളത്? ഒരു ബോക്സ്. അതിലാണ് നമ്മൾ ഇലക്ട്രോൺ പെയറുകളാക്കുന്നത്. ഇനി P ആണെങ്കിൽ നമുക്ക് 3 ബോക്സുകളായിരിക്കും ഉള്ളത്, എനർജി ലെവൽസ്. അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ പെയർ ചെയ്യുന്നത്. അപ്പം Pക്ക് മിനിമം 6 എണ്ണത്തിനെ
ഒക്യുപ്പൈ ചെയ്യാം, 2-ന് 2 എണ്ണത്തെ ഒക്യുപ്പൈ ചെയ്യാം. ഇനിയും ഡി വരുമ്പം ഡിയുടെ ബോക്സ് എന്ന് പറയുന്നത് ഒരു 5 ബോക്സാണ് ഡിക്കുള്ളത്. അതിന് 10 പേരെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 10 പേരെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഡിയുടെ ബോക്സ് 5ആണ്. അതായത് പകുതി ബോക്സ് 10/2 5 എണ്ണമാണുള്ളത്. പിക്ക് 6 പേരെ ഒക്യുപ്പൈ ചെയ്യാം. അപ്പം ബോക്സ് 6/2 അതായത് 3 ബോക്സുകളാണുള്ളത്. അതുപോലെ തന്നെ 2-ന് 2 പേരെ ഒക്യുപ്പൈ ചെയ്യാം, 2/2 അപ്പം ഒരു ബോക്സാണുള്ളത്. അതുപോലെ എസ് പി ഡി എഫിന് 14 പേരെയാണ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എത്ര ബോക്സ് വരയ്ക്കാൻ പറ്റും? 14/2 7 ബോക്സുകൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ മക്കൾ ഓർത്തോണം, ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എസ് എഴുതാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇപ്പം 3D 6 ആയിട്ടല്ലേ നിൽക്കുക. അപ്പം മിസ് ഒന്ന് വരച്ച് കാണിക്കുക. ഇതിൻ്റെ അർത്ഥം ഔട്ടർ മോസ്റ്റിൽ 6 ഇലക്ട്രോൺ ഉണ്ടെന്നാണ്. ഡി ആണ്. ഡിക്ക് മിനിമം 10 പേരെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോക്സ് 10/2 5 ആണ്. 1 2 3 4 1 2 3 4 5 ഇത് ഒറ്റ ലെവലിൽ വരയ്ക്കണേ. എനിവേ അപ്പം വരച്ചു. അപ്പോൾ ഇനി 6 എണ്ണം. ആദ്യം നമ്മൾ 1-ന് 1 2 3 4 5 ആദ്യം ഒരെണ്ണം ഒക്യുപ്പൈ ചെയ്തിട്ട് എക്സ്ട്രാ വരുന്നത് അടുത്തതിൽ ഒക്യുപ്പൈ ചെയ്യാം 6. അപ്പോൾ ആകെ ഒരെണ്ണം മാത്രമേ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരെണ്ണം മാത്രമേ പെയറായിട്ട് നിൽക്കുന്നുള്ളൂ. അതിനെ നമ്മൾ കൂട്ടണ്ട. അൺപെയർഡായിട്ട് എത്ര ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 4 എണ്ണം ഉണ്ട് അൺപെയർഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്പിന്നെന്ന് പറയുന്നത് ഹാഫാണ് സ്പിന്ന് ഇൻറ്റു അൺപെയർഡായിട്ട് എത്ര പേരാണ് നിൽക്കുന്നത്? 4 പേര്. അങ്ങനെയാണെങ്കിൽ 4/2 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെ സ്പിൻ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ നമുക്ക് ഗിവണായിട്ട് തരുമ്പോൾ, ഇപ്പോൾ 3D 6 3D 5 എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഔട്ടർ ഇലക്ട്രോണിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. അതേസമയം മഗ്നീഷ്യം 12 എന്ന് പറഞ്ഞിട്ട് നമുക്ക് LJS കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എസിൻ്റെ വാല്യൂ ഹാഫായിട്ട് എടുത്താൽ മതി. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ LS കപ്ലിങ്ങിൽ ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് അൺപെയർഡ് ആയിട്ടുള്ളതിന് ഇൻറ്റു ഹാഫ് ചെയ്യണം എന്ന് ഓർക്കുക. ഇനി നോക്കിയേ, മിസ് പറയാണ് L2 എന്ന് കിട്ടി. കാരണം D ആയതുകൊണ്ട്, D⁻6 ആയതുകൊണ്ട് എന്താണ് L2 എന്ന് കിട്ടി, S4 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ J കണ്ടുപിടിക്കാനായിട്ട് L ± S ആണ് ചെയ്യേണ്ടത്. L പ്ലസും ചെയ്യണം, L മൈനസും ചെയ്യണം. പക്ഷേ എൻ്റെ മക്കൾ നോക്കിയേ, ഇതിനെ പറയുന്ന പേരാണ് ഹൻസ് റൂൾ. ഹൻസ് റൂൾ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഹൻസ് റൂൾ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യനിൽ നിന്ന് കൺസെപ്റ്റ് പഠിക്കുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തു, അതിൽ നമുക്ക് ഹൻസ് റൂളിൻ്റെ ആവശ്യം വന്നു. അപ്പോൾ ഹൻസ് റൂളിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ ഹൻസ് റൂൾ എന്ന് പറയുന്നത് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഒരു ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനാണ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആറ്റം തന്നിട്ട് ആ ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ അവിടെ നമ്മൾ ഹൻസ് റൂളാണ് ആക്ച്വലി അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ പല റൂൾസ് പഠിച്ചിട്ടുണ്ട്, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ പല പ്രിൻസിപ്പിളും പല റൂൾസും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, ഒരു ആറ്റം തന്നിട്ട് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എഴുതാൻ പറയുമ്പോൾ ഹൻസ് റൂൾ അവിടേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ദേ ഡു നോട്ട് അപ്ലൈ ടു ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൻ്റെ കേസിൽ ഒരിക്കലും നമുക്ക് ഹൻസ് റൂളിനെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഹൻസ് റൂൾ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റത്തിൻ്റെ കണ്ടുപിടിക്കുക എന്നാണ് അർത്ഥം. അപ്പം ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. 3D 6ൻ്റെ എസ് നമുക്ക് കിട്ടി, എൽ നമുക്ക് കിട്ടി, J = L ± S ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടേക്ക് നമ്മൾ ഹൻസ് റൂളിനെ അപ്ലൈ ചെയ്ത ഹൻസ് റൂൾ എന്താ പറയാമെന്ന് വെച്ചാൽ, ഒരു ഓർബിറ്റിൽ ഫുള്ളി ഫിൽഡാണെന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ പറയാണ്, ഡി ഓർബിറ്റൽ എടുത്തു. ഡി ഓർബിറ്റലിന് 10 ഇലക്ട്രോൺസിനെ ഒക്യുപ്പൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഫുള്ളി ഫിൽഡ് ചെയ്യാമെന്ന് വെച്ചാൽ 10 എണ്ണം വേണം ഡിയിൽ. ഇതിൻ്റെ 10ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ 5 എണ്ണമാണ്. ഇനി ലെസ് ദാൻ ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ 5-നേക്കാട്ടിലും കുറവായിരിക്കണം. ആൻഡ് ഫുള്ളി ഫിൽഡ് എന്ന് പറയുമ്പോൾ 10 ആണ്, ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ ഹൻസ് റൂൾ അനുസരിച്ച് ഫുള്ളി ഫിൽഡായിട്ടാണ് ഉള്ളതെങ്കിൽ, ഓക്കെ, അപ്പോൾ ഫുൾ ഫിൽഡായിട്ടാണ് ഒരു ഓർബിറ്റിൽ നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫുൾ ഫിൽഡ് ആണെങ്കിൽ ഇതാണ് ഹൻസ് റൂൾ, ജെയുടെ വാല്യൂ 0 ആയിരിക്കും. ഇനിയും ഹാഫായിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നതെങ്കിൽ ജെയുടെ വാല്യൂ എന്താ എടുക്കേണ്ടതെന്ന് അറിയാം, തൊട്ട് പകുതിയാണ് ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ ജെയുടെ വാല്യൂ എസിൻ്റെ അതേ വാല്യൂ ആയിരിക്കും. ഓക്കെ, അതേസമയം ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ
ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എൽ മൈനസ് എസ്സും മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ജെയുടെ വാല്യൂ എന്ന് വെച്ചാൽ എൽ പ്ലസ് എസ്സും ആണ്. ദിസ് ഈസ് ആക്ച്വലി ഹൻസ് റൂളിൻ്റെ ഒരു റൂളാണ്. ഇതൊന്ന് എഴുതി വെക്കണം. അപ്പോൾ എന്താ പറഞ്ഞത്, ഓർബിറ്റൽ എടുക്കുക. ഡി ഓർബിറ്റൽ ആവുമ്പോൾ അതിന് ഫുൾ ഫിൽഡ് ആണോ, ഫുൾ ഫിൽഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ജെ 0 ആണ്. ഹാഫ് ഫിൽഡ് ആണെങ്കിൽ എസ് ആണ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ഇതും, മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ പ്ലസ്സും ആകും. അപ്പോൾ ഇതാണ് ഹൻസ് റൂളിൽ മനസ്സിലാക്കേണ്ടത്. എസ് ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ മാക്സിമം 2 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 1, ഫുള്ളി ഫിൽഡ് എന്ന് പറയുന്നത് 2. അപ്പോൾ മാക്സിമം, അതായത് ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ ജെ എന്ന് പറയുന്ന ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ജെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് 0 ആയിരിക്കും. ഹാഫ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, കറക്റ്റ് പകുതിയാണെങ്കിൽ എന്ത് സംഭവിക്കും, ജെ ഈക്വൽ ടു എസ് ആയിരിക്കും. ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ നമുക്കറിയാം, ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ ജെ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ പി ഓർബിറ്റലിന് മാക്സിമം 6 എണ്ണത്തിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ പകുതി 3 ആണ്. ഫുള്ളി ഫിൽഡ് എന്ന് വെച്ചാൽ 6 തന്നെ. 10 എണ്ണത്തിനെ പകുതി 5, 14 പകുതി 7. അപ്പോൾ ഈ 7-നേക്കാളും കുറവുള്ളതിനെയാണ് ലെസ് ദാൻ ഹാഫ് ഫിൽഡ്, 5 എണ്ണത്തിന് കുറവുള്ള, അങ്ങനെ ഓരോ ഓർബിറ്റലിൻ്റെ നോക്കുക. അപ്പോൾ ഇതാണ് ആക്ച്വലി ഹൻസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. അപ്പം ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. L2 എന്ന് കിട്ടി, S2 എന്ന് കിട്ടി, J എന്താണ്. അപ്പം മിസ്സ് പറഞ്ഞ പോലെ ഹൻസ് റൂൾ അപ്ലൈ ചെയ്യുക. D6 ആണ്. 10 എണ്ണത്തെ ഫില്ല് ചെയ്യാൻ പറ്റും. 10ൻ്റെ പകുതി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇവിടെ ഏതായാലും മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ്. മനസ്സിലായോ? ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ 5 ആണ്. ലെസ് ദാൻ ഹാഫ് ഫിൽഡ് എന്ന് വെച്ചാൽ 5 കുറവും, 5 കൂടുതലാണെങ്കിൽ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണ്. അപ്പോൾ L പ്ലസ് എസ് എന്താണെങ്കിലും ചെയ്യാം. അപ്പോൾ L2 ഇത് +2 വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 3p6ൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. ജെയുടെ വാല്യൂ കിട്ടി 4. ഇനി ഇതുപോലെ ഒന്ന് 3D4 ഒന്ന് ചെയ്തേ. ബോക്സ് ഒക്കെ വരച്ച് സ്പിന്നൊക്കെ എഴുതി ഒന്ന് ചെയ്തേ. നോക്കിയാൽ മക്കളെ, 3D4 ആണ് ഇനി എടുക്കുന്നത്. 3D4 ഡി ആകുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 2, എസ് ആകുമ്പോൾ 0, പി ആകുമ്പോൾ 1, ഡി ആകുമ്പോൾ L ഈക്വൽ ടു 2. ഓക്കെ, ഇനി എസിൻ്റെ വാല്യൂ അറിയണം. കണ്ടോ, മിസ്സ് പറഞ്ഞത് ഓർത്തോണം. ഇങ്ങനെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണായിട്ടൊക്കെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുമ്പോൾ എസിൻ്റെ വാല്യൂ വെറുതെ ഹാഫ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം മഗ്നീഷ്യത്തിൻ്റെ കണ്ടുപിടിക്കുക, ഗ്രൗണ്ട് സ്റ്റേറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആറ്റം എടുത്ത് പറഞ്ഞാൽ നമുക്കിപ്പോൾ CR എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നോർമലായിട്ട് സ്പിൻ കണ്ടുപിടിച്ച് പോകുമായിരുന്നു. പക്ഷെ ഒരു ഔട്ടർ മോസ്റ്റ് സംഭവം തന്നിട്ട്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ തന്നിട്ട് സ്പിൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ബോക്സ് വരയ്ക്കുന്നതായിരിക്കും എളുപ്പം. അപ്പം ഡിക്കകത്ത് ടോട്ടൽ 10 പേരെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അപ്പം ബോക്സ് കാണാൻ 10/2 ചെയ്താൽ മതി. അപ്പോൾ 5 ബോക്സാണ് ഡിക്കുള്ളത്. 1, 2, 3, 4 and 5. ഔട്ടർ മോസ്റ്റിൽ 4 എണ്ണം ഉണ്ട്. അപ്പോൾ 1, 2, 3, 4. അപ്പോൾ എത്ര എണ്ണം, 4 എന്താണ് അൺപെയർഡ് ആണ്. അപ്പോൾ സ്പിൻ കാണാനായിട്ട് 4 അൺപെയർഡ് ആണ് ഇൻറ്റു ഹാഫ് ചെയ്താൽ മതി. അപ്പോൾ 4/2 എന്ന് വെച്ചാൽ 2. അപ്പോൾ സ്പിൻ എന്താണെങ്കിലും 2 എന്ന് കിട്ടി. ഓക്കെ, എന്നിട്ട് ഇനി ഇവിടെ ജെ കണ്ടുപിടിച്ചേ. ജെ എന്ത് വരും പറയുമോ? ജെ ഈക്വൽ ടു 4 ആണല്ലേ. 4 എന്ന് പറയുന്നത് ഹാഫ് ആവണമെങ്കിൽ തന്നെ 5, 5ൽ കുറവെന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണ്. അപ്പോൾ L മൈനസ് എസ് ആണ് ചെയ്യേണ്ടത്. 2 - 2 = 0. ഓക്കെ മക്കളെ, അപ്പോൾ 3D6 ആയപ്പോൾ J = 4 എന്ന് നേരത്തെ കിട്ടി. 3D4 ആയപ്പോൾ J = 0. അതായത് 3D6 നിന്ന് 3D4 ആയപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അയോൺ ആയി മാറിയപ്പോഴത്തേക്കും 4 എന്നുള്ളത് 0 ആയി മാറി. എന്ന് വെച്ചാൽ 4 നിന്ന് കുറഞ്ഞു അല്ലേ, ഡിക്രീസ്മെൻറ്റ്, 4 കുറഞ്ഞു. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, 3D6 നിന്ന് 3D4. അപ്പോൾ അയണൈസ്ഡ് സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേക്കും ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം J ഷുഡ് ബി ഡിക്രീസ്ഡ് ബൈ 4. ഓക്കെ, അപ്പം ഉത്തരം എന്ന് പറയുന്നത് ഡിക്രീസ്ഡ് ബൈ 4 എന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ ഇതും ഏകദേശം എപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്, 2014 ചോദിച്ചതാണ്. 2018 വേറെ ക്വസ്റ്റ്യനാണ്. പിന്നെ സ്റ്റേൺ കെർലാക്കിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ഡീൽ ചെയ്യുമ്പോൾ മാത്രം ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്തത്, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വേഗം ഒന്ന് എഴുതാവോ. ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് N = 4, L = 2 ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം. അതായത് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. N = 4, L = 2 ആണ്. ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം മേ ഡീക്കേ ടു 1 or more ഓഫ് ദ ലോവർ എനർജി ലെവൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുക, ആ സ്റ്റേറ്റിലിരിക്കുന്ന ഇലക്ട്രോണ് ഡീക്കേ ആവുകയാണ്. ഡീക്കേ ചെയ്ത് ഒന്നോ അതിൽ കൂടുതലോ ലോവർ എനർജി ലെവലിലേക്ക് വരുവാണ്. ഒരു ഡയഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, അത് ഇൻക്ലൂഡ് ആയിട്ടില്ല. എനിവേ, അപ്പം അത് ഡീക്കേ ചെയ്ത് കുറച്ച് ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓഫ് ദ ടോട്ടൽ എമിറ്റഡ് ലൈറ്റ് എ ഫ്രാക്ഷൻ 1/4 കംസ് ഫ്രം ദ ഡീക്കേ ടു ദ സ്റ്റേറ്റ്.
അതായത് n=4 നിന്ന് l=2 സ്റ്റേറ്റ്, ഇതിൽ നിന്ന് n=2 l=1 സ്റ്റേറ്റിലോട്ട് അത് ഡീക്കേ ആയപ്പോൾ ഉള്ള ഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ് 1/4. അങ്ങനെയാണെങ്കിൽ സെലക്ഷൻ റൂൾ ഇവിടെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദ ഫ്രാക്ഷണൽ ഇൻറ്റൻസിറ്റി ഓഫ് എമിഷൻ ലൈൻ ഡ്യൂ ടു ദ ഡീക്കേ ടു ദ സ്റ്റേറ്റ് n=3 l=1. എനിവേ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഏതായാലും ഫ്രാക്ഷണൽ ഇൻറ്റൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് തന്നിട്ടുണ്ട്, അത് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് ഒരു സ്പ്ലിറ്റിങ് ചെയ്തപ്പോൾ ഉള്ള ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കാം. പക്ഷേ നമുക്ക് തന്നേക്കുന്ന കാര്യം n=4 l=2 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ ആളാണ് ഡീക്കേ ആയി പോയത്. അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറ്റും, l=2 ആണ്. അപ്പോൾ അത് ഏത് ഓർബിറ്റലാണ്? l=0 ആകുമ്പോൾ s ഓർബിറ്റൽ, l=1 ആകുമ്പം p ഓർബിറ്റൽ, l=2 ആകുമ്പോൾ sp d അല്ലേ, d ഓർബിറ്റൽ. അപ്പോൾ l=2 എന്ന് പറയുന്നത് d ഓർബിറ്റലാണെന്ന് എനിക്കറിയാം. അത് ഞാൻ ഏതായാലും എഴുതി. ഇനി n=4 എപ്പോഴും നമ്മൾ എങ്ങനെയാണെന്നറിയാവോ ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടേമിനെ കാണിക്കുന്നത്? ദാറ്റ് ഈസ് 2s+1 lj. ഇങ്ങനെയാണ് നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പിക് ടേമിനെ കാണിക്കുക. ഇതിൽ 2s+1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി എന്നാണ് പറയുന്നത്. l എന്ന് പറയുന്നത് ആംഗുലാർ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റോ, j എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റോ ആയിരിക്കും. സ്പെക്ട്രോസ്കോപ്പിക് ടേം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതിൽ 2s+1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റീനെയും, l എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തെ, l എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റത്തെയാണ് കാണിക്കുക. അപ്പോൾ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്ച്വലി മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോസിബിൾ ഓറിയൻറ്റേഷൻസ് ഓഫ് ദ ടോട്ടൽ സ്പിൻ എന്നാണ് അർത്ഥം. എത്രമാത്രം ഓറിയൻറ്റേഷനാണ് ആ ആറ്റത്തിന് പോസിബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ 2s+1 നമ്മളിപ്പം പറയാണ്, എനിക്കറിയാം സ്പിന്ന് ഹാഫ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? 2 × ഹാഫ് ഇട്ട് കൊടുക്കുക +1, ഹാഫും ഹാഫും ക്യാൻസലായിപ്പോയി, 1 + 1 = 2. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻ ഉണ്ട് സ്പിന്നെന്ന് വെച്ചാൽ 2 എണ്ണമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷൻസ് എപ്പോഴും നമ്മൾ ഒരു ആറ്റത്തിൻ്റെ കാണിക്കുക 2s+1 വിച്ച് ഷോസ് ദ multiplicity, L is the orbital angular momentum and J is the total angular momentum. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ n എന്ന് പറയുന്നത് 4, l എന്ന് പറയുന്നത് 2 ആണ്. 2 ആകുമ്പോൾ അത് എന്താകും? d ആകും. ഇങ്ങനെയാണ് എഴുതുന്നത്. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് എപ്പോഴും എത്രയാണ് പ്രിൻസിപ്പൽ നമ്പർ എന്നാണ്. അപ്പോൾ പ്രിൻസിപ്പൽ നമ്പർ 4, ക്വാണ്ടം നമ്പർ 4 ആണ്. അപ്പോൾ 4d സ്റ്റേറ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ എനിവേസ് എനിക്ക് ഇത് പോസിബിളായിട്ട് അറിയാൻ പറ്റും. അത് ഞാൻ ഏതായാലും ഒന്ന് എഴുതി വെക്കുവാണ്. ഇനി ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം ഇവിടെ ഇത് ഡീക്കേ ചെയ്തത് എങ്ങോട്ടാണ്? ദിസ് ഈസ് ഡീക്കേ ഇൻറ്റു n=3, l=0, പിന്നെ l=1, l=2 ഇത്രയും സ്റ്റേജിലോട്ടാണ് ഇത് വീണ്ടും ഡീക്കേ ചെയ്തത്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഒന്നാമത് n=3യും l=0യും മിസ് എടുത്തു. ഇതിൻ്റെ എന്താണ് ആ ടേം എഴുതിക്കേ. ഇതിൻ്റെ ടേം സ്റ്റേറ്റ് എഴുതി കഴിഞ്ഞാൽ 3 ആണ് n, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എഴുതി. l 0 ആകുമ്പോൾ അത് s സ്റ്റേറ്റ് ആകും. അപ്പോൾ ഞാൻ പറയുകയാണ് ഇത് s സ്റ്റേറ്റ് ആണ്. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? n=3യും l അടുത്ത ലെവലല്ലേ, l1ഉം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് SP ആണ്. കാരണം l1 ആകുമ്പോൾ p സ്റ്റേറ്റ് ആവും. അടുത്ത എൻ്റെ മക്കൾ തന്നെ എഴുതിക്കുക n=2ഉം അതുപോലെ n=3യും l=2ഉം ആകുമ്പോൾ എന്ത് സ്റ്റേറ്റ് ആകും? n=3യും l=2 ആകുമ്പോൾ അത് എന്ത് സ്റ്റേറ്റ് ആകും? 3p സ്റ്റേറ്റ് ആകും അല്ലേ? അത് സെയിം തന്നെ 3p സ്റ്റേറ്റ് അല്ല 3d സ്റ്റേറ്റ് ആകും. ഏത് സ്റ്റേറ്റ് ആകും? 3d സ്റ്റേറ്റ് ആകും അല്ലേ? ഒരു മിനിറ്റ്, n=3യും ഓക്കെ n=3യും l=2 ആകുമ്പോൾ 3d സ്റ്റേറ്റ് ആവും. ഓക്കെ, ഇത്രയാണ് തന്നേക്കുന്നത്. അതായത് ഇത് ഡീക്കേ ചെയ്ത് ഇത്രയായി. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ് പോസിബിൾ ആകും അതിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സെലക്ഷൻ റൂൾ ഉപയോഗിക്കുക. അതായത് ഇവർ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സെലക്ഷൻ റൂൾസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സെലക്ഷൻ റൂൾസ് എന്ന്. അപ്പോൾ സെലക്ഷൻ റൂൾസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ദാറ്റ് ആക്ച്വലി ഡിറ്റർമൈൻ ദ അലോഡ് ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ്. അപ്പോൾ
ഏതൊക്കെ ട്രാൻസിഷൻസ് ആണ് ആക്ച്വലി അലോ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ഡിഫറെൻറ്റ് എനർജി ലെവൽസിൻ്റെ ഇടയിൽ ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ഡിഫറെൻറ്റ് എനർജി ലെവൽസിൽ ഏതൊക്കെ ട്രാൻസിഷൻസ് ആണ് അലോ ചെയ്യുന്നത്. അപ്പം പെർട്ടിക്കുലർ ട്രാൻസിഷൻസ് ഒരു ക്വസ്റ്റിന് തന്നിട്ട് ഇതൊക്കെ അലോ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വി ഹാവ് ടു അപ്ലൈ ദ സെലക്ഷൻ റൂൾ. അപ്പോൾ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് പെർട്ടിക്കുലർലി നമുക്ക് 3 കാര്യങ്ങളാണ് നോക്കേണ്ടത് സെലക്ഷൻ റൂളിൽ. ദാറ്റ് ഈസ് ഒന്നാമത്തത് ഡെൽറ്റ എൽ, ഡെൽറ്റ ജെ ആൻഡ് ഡെൽറ്റ എസ്. ഹൗ എന്താ പറയുക the change in orbital momentum happens or change in total angular momentum and change in spin angular momentum. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ ഇതിനെ പറയാൻ പറ്റും കേട്ടോ. ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് മിസ് പറയുവാണെങ്കിൽ 2 രീതിയിൽ നമുക്കിതിനെ പറയാൻ പറ്റും. അതായത് ഒരു കാര്യം എന്ന് പറയുന്നത് നോർമലി നമ്മൾ പറയുന്ന ഡെൽറ്റ എൽ എന്ന് പറയുന്നത് +or-1, ഡെൽറ്റ ജെ എന്ന് പറയുന്നത് 0 +or-1, ഡെൽറ്റ എസ് എന്ന് പറയുന്നത് 0. അപ്പോൾ ഇത് പഠിച്ചു വെക്കാം. ഇതെന്ന് പറയുന്നത് ആക്ച്വലി ഇനി ചില കേസിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 0 +or-1 ആവാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതായത് എൽ എന്ന് പറയുന്നത് +or-1 ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് പോലെയുള്ള കേസുകളിലാണ്. അതായത് ട്രാൻസിഷൻസ് ഇപ്പം നമ്മളോട് പറയുകയാണ് ഒരു ക്വസ്റ്റ്യനിൽ ഒരു ട്രാൻസിഷൻസ് നടന്നു, അവിടെ ലൈറ്റ് പ്രൊഡ്യൂസായി അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഡെൽറ്റ എൽ ഈക്വൽ അവിടുത്തെ അലോഡ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ഈക്വൽ ടു +or-1 ആണ്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ ഇവർ പറയുന്നുണ്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ ഇൻറ്റൻസിറ്റി ഇത്രയാണെങ്കിൽ ബാക്കി കാര്യം കണ്ടുപിടിക്കും. അപ്പം അതിൽ തന്നെ അവിടെ പറയുന്നുണ്ട് അതൊരു റേഡിയേറ്റീവ് ആണ്. കാരണം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അപ്പോൾ റേഡിയേറ്റീവ് ട്രാൻസിഷനാണ്. അപ്പോൾ ഡെൽറ്റ എൽ എന്താണെങ്കിലും +or-1 ആവത്തുള്ളൂ. അതേസമയം മാഗ്നറ്റിക് വേറെ കുറച്ച് കപ്ലിംഗ് സ്കീമുകൾക്ക് നമുക്ക് 0, അത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണും, നമുക്കത് ചെയ്യാം കേട്ടോ. 0 +or-1 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് മാഗ്നറ്റിക് ഡൈപോള് അല്ലെങ്കിൽ ഇലക്ട്രിക് ക്വാഡ്രപോൾ മൊമെൻറ്റ് പോലെയുള്ളതിനൊക്കെ നമ്മൾ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഏതായാലും യൂസ് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ ഡെൽറ്റ എൽ ഈക്വൽ ടു +or-1, ഡെൽറ്റ ജെയും എസും എപ്പോഴും ഇത് തന്നെ. അപ്പം സോൾവ് ചെയ്യാം. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ലെവല് ഈ പല സ്റ്റേറ്റിലേക്ക് ട്രാൻസിഷൻസ് നടത്തുവാണെങ്കിൽ ഇതിൽ അലോ ചെയ്യുന്ന ട്രാൻസിഷൻസ് ഏതാണെന്ന് നോക്കണം. അപ്പോൾ അലോ ചെയ്യുന്ന ട്രാൻസിഷൻ നോക്കാൻ ഇത് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. കാരണം ഒരു പെർട്ടിക്കുലർ ലൈറ്റ് റേഡിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ നോക്കിയാൽ മതി. ഡെൽറ്റ എൽ ഈക്വൽ ടു +or-1 ആണെങ്കിൽ ഇത് അലോഡ് ട്രാൻസിഷനാണ്. ഒന്നാമത്തെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേരൻ്റായിട്ടുള്ള ആൾ. ഇതിൽ നിന്ന് ഈ ട്രാൻസിഷൻസ് അലോ ചെയ്യുമെന്ന് നോക്കാം. ഒന്നാമത്തെ കേസ് ഞാൻ എടുത്തു. n = 3, l = 0. അപ്പോൾ എല്ലിൻ്റെ ചേഞ്ച് കണ്ടുപിടിക്കാൻ, ഡെൽറ്റ എൽ കണ്ടുപിടിക്കാൻ 2 - 0. ഓക്കെ, ഒരു മിനിറ്റ്. അതായത് അപ്പം എല്ല് കാണാൻ l = +or-1 ആണ്. അപ്പോൾ നോക്കിയേടാ, ഇനീഷ്യലി ഇത് ഈ സ്റ്റേറ്റിലായിരുന്നു, അതിൽ നിന്ന് ഡീകേ ചെയ്ത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ് കേട്ടോ. ഫൈനലി അത് വന്നേക്കുന്നത് 0യിലേക്കാണ്. ഇനിഷ്യലി എൽ എന്ന് പറയുന്നത് 2-ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം -2 എന്ന് കിട്ടി. എല്ലിൻ്റെ വാല്യൂ, ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ +or-1 ആവാൻ പാടുള്ളൂ, -2 ആവാൻ പാടില്ല. അപ്പോൾ ഈ ട്രാൻസിഷൻ അലോ അല്ല. ഇനി അടുത്തത് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഇനിഷ്യലി ഫൈനൽ അത് ഇങ്ങോട്ടേക്കാണ് വന്നത്, 1 ഇനിഷ്യൽ അത് 2-ലായിരുന്നു. 1 - 2 എന്ന് വെച്ചാൽ -1. ഓക്കെ, ഇത് അലോ ചെയ്യാൻ പറ്റും ഇല്ലേ. n = 3ഉം l = 1ഉം അലോ ചെയ്യാൻ പറ്റും, കാരണം +or- അല്ലായിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കണേ. ഇത് അലോ ചെയ്യാൻ പറ്റും. ഇത് നോക്കണം. അടുത്തത് ഡെൽറ്റ എൽ = 2 - 2 പറ്റത്തില്ല, കാരണം 0 ആയിപ്പോയി. ഇനി അടുത്ത n = ഇതിൻ്റെ ഓൾറെഡി ഇൻറ്റൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് അലോ ചെയ്യുമോ എന്ന് നോക്കേണ്ട കാര്യമില്ല, ഓൾറെഡി അലോ ആണ്. എന്നാലും നോക്കാം. 2 - 1 എന്ന് കിട്ടിയല്ലോ, അല്ലെങ്കിൽ 1 - 2. ഫൈനൽ എന്ന് പറയുന്നത് 1-ലാണ്. അപ്പോൾ 1 - 2 -1 പോസിബിൾ ആണ്, കാരണം l +or-1 ആണ്. അപ്പോൾ ആകെ പോസിബിൾ ആയിട്ടുള്ളത് n = 3, l = 1, n = 2, l = 1 ആണ്. ഈ n = 2, l = 1ൻ്റെ ഇൻറ്റൻസിറ്റി ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. അങ്ങനെയാണെങ്കിൽ n = 3, l = 1ൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊന്ന് ഞാൻ എഴുതട്ടെ. അപ്പോൾ ആകെ ഇത്ര മാത്രമേ, ഈ സ്റ്റേജസ് മാത്രം ഈ ട്രാൻസിഷൻസ് മാത്രമേ ഇവിടെ അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഏതായാലും ഞാൻ n = 3, അപ്പോൾ 3 ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. l 1 ആകുമ്പോൾ അത് p ആകും. ഇനിയും 2 ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എഴുതി കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റേറ്റ് എഴുതി കഴിഞ്ഞാൽ 4, l 2 ആകുമ്പോൾ s-p-d അല്ലേ. ഓക്കെ, അപ്പോൾ 4d സ്റ്റേറ്റിൽ നിന്ന് 2 ട്രാൻസിഷൻ മാത്രമേ പോസിബിൾ ആവത്തുള്ളൂ. 3p സ്റ്റേറ്റിലോട്ടും അതുപോലെ തന്നെ 2p സ്റ്റേറ്റിലേക്ക് മാത്രമേ ട്രാൻസിഷൻസ് പോസിബിൾ ആവത്തുള്ളൂ. ഒരെണ്ണത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഓൾറെഡി ഗിവൺ ആണ്. അതായത് I1 എന്ന് വെച്ചാൽ അവർ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ്
of the total emitted light, a fraction 1/4 comes from the decay to the state n equal to 2, l equal to 1 നിന്ന് എന്താ വന്നേക്കണത് 1/4 ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പം I1 ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. I2 അപ്പം ഒരു വലിയ കാര്യത്തിൻ്റെ പകുതി തന്നിട്ട് ബാക്കി നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തിൻ്റെ ഞാൻ പറയുകയാണ്, രണ്ടാമത്തിൻ്റെ ഇൻറ്റൻസിറ്റി I ആണ്, 1/4 ആണ്. അങ്ങനെയാണെങ്കിൽ 3I/4 എന്ന് കിട്ടുമല്ലോ. അതായത് പെർട്ടിക്കുലറായിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ അതിൻ്റെ പകുതി ഭാഗം തന്നിട്ട് അടുത്തത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ I2 കണ്ടുപിടിക്കുന്നത് ടോട്ടലിൽ നിന്ന് അത് കുറയ്ക്കുക എന്നുള്ള കേസാണ്. മനസ്സിലായോ? ടോട്ടൽ ഇപ്പോൾ I ആണെന്ന് വിചാരിക്കും ഇൻറ്റൻസിറ്റി, അതിൻ്റെ പകുതി ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ I2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ എഴുതി വെച്ചു. അപ്പം 3I/4 എന്ന് കിട്ടും. അപ്പോൾ I2 ഇസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷണൽ ഇൻറ്റൻസിറ്റി കിട്ടി 3/4. I2 എന്ന് പറയുന്നത് 3I/4 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഐനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രാക്ഷൻ കിട്ടില്ലേ? ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ റേഷ്യോ 3/4 എന്ന് കിട്ടി. ഇത്രയും മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 3/4 ആണ്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണേ. നമുക്ക് ബോർഡിൽ രണ്ടും കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വീണ്ടും കാണിക്കാൻ പറ്റാത്തത്. അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ മോനെ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹീലിയം ആറ്റം ഈസ് എക്സൈറ്റഡ് ടു എ സ്റ്റേറ്റ് വിത്ത് എ കോൺഫിഗറേഷൻ. അതായത് നമ്മുടെ കയ്യിൽ മിസ് വരയ്ക്കുകയാണ്, ഒരു ഹീലിയം ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അത് എക്സൈറ്റീവാണ്, ഒരു കോൺഫിഗറേഷൻ 2s2p എക്സൈറ്റീവാണ്. അപ്പോൾ എക്സൈറ്റ് ചെയ്യുമ്പോൾ ഈ എക്സൈറ്റേഷൻ എനർജി തന്നിട്ടുണ്ട് 58.3 ഇലക്ട്രോൺ വോൾട്ടാണ്. ആഫ്റ്റർ സം ടൈം, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദിസ് ആറ്റം സ്പോണ്ടേനിയസ്ലി ഇജക്റ്റ് എ സിംഗിൾ ഇലക്ട്രോൺ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ ആറ്റം സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ ഒരു ഇലക്ട്രോണെ അങ്ങ് എമിറ്റ് ചെയ്ത് കളഞ്ഞു. ദ വാല്യൂ ഓഫ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ. അങ്ങനെയാണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളതാണ്. അതായത് കുറേ എന്തൊക്കെയോ കാര്യം പറഞ്ഞിട്ട് ലാസ്റ്റ് ക്വാണ്ടം നമ്പർ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ ക്വാണ്ടം നമ്പർ എന്താണെന്ന് ചോദിച്ചാലും നമുക്കൊരു സ്റ്റേറ്റ് തന്നിട്ടുണ്ട് 2s2p. ഓക്കെ, നമുക്ക് ചെയ്യാൻ ഓക്കെ താഴോട്ടും കൂടെ ഉണ്ട് ഇതിൻ്റെ ബാക്കി. ഓഫ് ദ ഓക്കെ ഇപ്പോൾ കറക്റ്റായി. ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺ ഇൻ ദ ഫൈനൽ സ്റ്റേറ്റ് ഓഫ് ദ സ്റ്റേറ്റ് സിസ്റ്റം ഈസ് ഓക്കെ. അതായത് ഇജക്റ്റഡ് ആയി പോയ ഇലക്ട്രോണിൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ആണ് ഫൈനൽ സ്റ്റേറ്റ്, അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്. അപ്പോൾ അതിൻ്റെ അയണൈസേഷൻ എനർജി 24.6 ഇലക്ട്രോൺ വോൾട്ടാണ്. എനിവേ ഇത്രയും ഓർത്താൽ മതി. ഇജക്റ്റായി പോയ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യം ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിൻ്റെ ലോജിക് എന്ന് പറയുന്നത്, അതായത് നമുക്ക് പറഞ്ഞേക്കുന്നത് ടു ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഒക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2s2p സ്റ്റേറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് ഫോർ ആൻ ഇലക്ട്രോൺ ഇൻ ദ 2s ഓർബിറ്റൽ. അതായത് ഇപ്പോൾ 2s ഓർബിറ്റലിൽ നിൽക്കുന്ന ഇലക്ട്രോണിൻ്റെ L എന്ന് പറയുന്നത് ആംഗുലാർ മൊമെൻറ്റം എന്ന് വെച്ചാൽ 0 ആണ്. ഇനി ഇത് 2p സ്റ്റേറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഇജക്റ്റ് ചെയ്ത് പോയ ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇത് പർട്ടിക്കുലർലി ഏത് സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുക എന്നാണ് നോക്കുന്നത്. ഇത് പെർട്ടിക്കുലർലി എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പം ഇത് 2p ലെവലിൽ ഇരിക്കാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ L 1 ആയിരിക്കും. ഇതാണ് നോർമലി സിമ്പിളായിട്ട് പറയാനായിട്ട്. ഓക്കെ, അത്രേ ഓർക്കുക വേണ്ടേ. ഇതൊന്നും വായിച്ച് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാ കൺസിഡറേഷനുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. താഴോട്ടും ഉണ്ട്, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണേ. കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓർമ്മയിൽ വേണം. 2s2p സ്റ്റേറ്റിൽ ഒരു ഇലക്ട്രോൺ ഇജക്റ്റ് ആയി പോകുമ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോർ പർട്ടിക്കുലർലി അത് ഹയസ്റ്റ് സ്റ്റേറ്റിൽ ഇരിക്കാനായിരുന്നു ചാൻസ് കൂടുതൽ. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ തന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു എന്നറിയോ? ഹൻസ് റൂളിനെ കുറിച്ച് പറഞ്ഞു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കണം. ഹൻസ് റൂൾ പറഞ്ഞു, സ്പെക്ട്രോസ്കോപ്പിക് നൊട്ടേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ സെലക്ഷൻ റൂളിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നമ്മൾ പുതിയതായിട്ട് ഇതിൽ പറഞ്ഞു. ഇത് ഓരോ ക്വസ്റ്റ്യൻ ഇനി ഇമ്പോർട്ടൻ്റ് ആണ്. LS കപ്ലിംഗ് ഒക്കെ വരുമ്പോഴേ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇത്രയും മിസ്സ് പറഞ്ഞ അത്രയും കൺസെപ്റ്റുകൾ ഇതിന് മതി. ഇനി ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യും തോറും നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ച് പോവാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം കേട്ടോ. താങ്ക്